പ്രിയ സഹോദരങ്ങളെ, ഓരോ മാങ്ങയും ഓരോ മാവായി വളരാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവയാണ്. അപ്പോൾ ഒരു മാങ്ങ ഒരു മാവായി അതിൻ്റെ വളർച്ച ആരംഭിക്കണമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ മാംസളമായ ഭാഗം, പുറമേയുള്ള ഭാഗം എങ്ങനെയെങ്കിലും ഇല്ലാതാവുക. ആ മാംസളമായ ഭാഗം എങ്ങനെയെങ്കിലും നശിച്ചാൽ, തകർന്നാൽ, ഇല്ലാതായാൽ മാത്രമേ അതിൻ്റെ ഉള്ളിലുള്ള ആ മാവിൻ്റെ അംശം, മാവംശം അതിൻ്റെ വളർച്ച ആരംഭിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോ മാങ്ങയും അതിൻ്റെ മാംസളമായ ഭാഗം എങ്ങനെയെങ്കിലും തകരണം. അതാരെങ്കിലും കത്തി കൊണ്ട് മുറിച്ചോ, കടിച്ച് തിന്നോ, അല്ലെങ്കിൽ നിലത്ത് കിടന്ന് പുഴുവരിച്ചോ, അതല്ലെങ്കിൽ പക്ഷിയൊന്ന് കൊത്തിയോ, എങ്ങനെയെങ്കിലും അതിൻ്റെ മാംസളമായ ഭാഗം തകരാതെ ഒരിക്കലും അതിന് ഒരു മാവായി തീരുക സാധ്യമല്ല. ഈ രഹസ്യം അറിയാവുന്ന മാങ്ങ ഏതെങ്കിലും ഒരു കത്തി കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു പക്ഷിയെ കാണുമ്പോൾ എന്നെ ഒന്ന് കണ്ടിക്കാവോ, ഒന്ന് കൊത്താമോ എന്ന് പ്രാർത്ഥിക്കും. ഈ രഹസ്യം അറിയില്ലാത്ത മാങ്ങ ഒരു കത്തി കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു പക്ഷിയെ കാണുമ്പോൾ, ദൈവമേ, ഇതാ എന്നെ കൊല്ലാൻ വരുന്നു, ഉപദ്രവിക്കാൻ വരുന്നു, എൻ്റെ ശത്രു വരുന്നു, എൻ്റെ ശത്രുവിൽ നിന്ന് കാത്തുകൊള്ളണമേ എന്നുള്ള പ്രാർത്ഥനയും തുടങ്ങും. അപ്പം ഞാൻ ഒരു 10 മാങ്ങാപ്പഴം വാങ്ങിച്ചുകൊണ്ട് ഒന്നെന്ന് വിചാരിക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാങ്ങ ഞാൻ പുറത്തെടുത്തിട്ട് ബാക്കിയെല്ലാം ഞാൻ ഫ്രിഡ്ജിനുള്ളിൽ വെക്കും. അപ്പോൾ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന മാങ്ങകളുടെ വിചാരം ഇതാണ്: ഞങ്ങൾ ആണ് ഏറ്റവും പ്രിയപ്പെട്ട മാങ്ങകൾ. പുറത്തെടുത്ത നേരെ മറിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാങ്ങയെ ഞാൻ എന്താണ് ചെയ്യുക? ഒരു കത്തിയെടുത്ത് മുറിക്കും, അതല്ലെങ്കിൽ ഞാൻ കടിച്ചു തിന്നും. അപ്പോഴും ആ മാങ്ങയുടെ വിചാരം എന്നെ മാത്രം ഇഷ്ടമില്ല, എന്നെ മാത്രം ഇതാ ഉപദ്രവിക്കുന്നു, എനിക്കിതാ വേദന, സഹനം, ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ. ബാക്കിയെല്ലാം 9 മാങ്ങകളും ഫ്രിഡ്ജിൽ ഇരുന്ന് സന്തോഷിക്കുന്നു, സുഖിക്കുന്നു. ഞാൻ വീണ്ടും ആ കടിച്ചു തന്ന മാങ്ങ, അതിനെ മാങ്ങാണ്ടി എവിടെയെങ്കിലും ദൂരേക്ക് വലിച്ചെറിയും, അതല്ലെങ്കിൽ മണ്ണിൽ കുഴിച്ചിടും. അപ്പോഴും അതിൻ്റെ വിലാപം ഇതാണ്: ഇതാ എന്നെ കടിച്ചു മുറിച്ച് എന്നെ ചണ്ടിയാക്കിയതിന് ശേഷം ഇതാ മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുന്നു. കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ അതിനെ പുഴുവരിക്കും. സഹനമാണ്, വേദനയാണ് അതിൻ്റെ ഭാഷയിൽ. പിന്നീട് കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ അതിന് മാങ്ങാണ്ടി പൊട്ടുന്ന, ചങ്ക് പൊട്ടുന്നൊരു വേദനയോടെ അതിനുള്ളിൽ നിന്നും ആ മാവിൻ്റെ ആ ചെറിയ ആ തളിരുകൾ പുറത്ത് വരും. അപ്പോഴും പൊട്ടുന്ന വേദനയാണ്, ചങ്ക് പൊട്ടുന്ന വേദനയാണ് അതിനുണ്ടാവുക. അത് വളരുന്നതോടൊപ്പം ഞാൻ അതിൻ്റെ ചുറ്റും ഉള്ള കളകളെല്ലാം തൂമ്പയ്ക്ക് ചെത്തും, അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് കുറച്ച് ചാണകവെള്ളം ഒഴിക്കും. അപ്പോഴും അതിൻ്റെ വിചാരം അതിനെ ഞാൻ വേദനിപ്പിക്കുകയാണ്, കഷ്ടപ്പെടുത്തുകയാണെന്നാണ്. അപ്പോഴത് പ്രാർത്ഥിക്കും: ദൈവമേ, നീ കാണുന്നില്ലേ, ഇതാ എന്നെ ഇതാ ഉപദ്രവിക്കുന്നു, എനിക്കിതാ സഹനങ്ങൾ, ഇതാ എൻ്റെ ദേഹത്ത് മുഴുവൻ ചാണകവെള്ളം ഒഴിച്ചിരിക്കുന്നു. അങ്ങനെ കുറേ കാലങ്ങൾ കടന്നു പോയി കഴിയുമ്പോൾ ആ മാവിൻ്റെ അത് വളർന്ന ഒരു വലിയ മാവായിത്തീരും, പുഷ്പിക്കും. അതിൽ അനേകായിരം മാങ്ങകളുണ്ടാവും. അപ്പോൾ അത് വിചാരിക്കും: എൻ്റെ ദൈവമേ, അങ്ങേക്ക് നന്ദി. ഇത്രയും നാൾ എന്തൊക്കെ പറഞ്ഞാണോ കഷ്ടപ്പാടാണെന്ന് കരുതിയത്, മനുഷ്യരെയും ദൈവത്തെയും ശപിക്കുകയോ അല്ലെങ്കിൽ തള്ളിപ്പറയുകയോ ചെയ്തിരുന്ന ആ വേദനകളും സഹനങ്ങളുമെല്ലാം ഇന്ന് രക്ഷയ്ക്കുള്ള മാർഗമായി എന്ന് കരുതി ആ മാവ് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. ദൈവമേ, എന്നെ ഇച്ചിരി നേരത്തെ എന്നെ കുഴിച്ചിടാൻ മേലായിരുന്നു, ഇച്ചിരി കൂടുതൽ എനിക്ക് സഹനം തരാൻ മേലായിരുന്നു, ഇച്ചിരി കൂടുതൽ എനിക്ക് വേദന കിട്ടിയായിരുന്നെങ്കിൽ എനിക്ക് ഇച്ചിരി വലിയ മാവായി നേരത്തെ മാറാമായിരുന്നല്ലോ എന്ന് ആ മാവ് വിചാരിക്കും. നമ്മുടെയും അവസ്ഥ ഇത് തന്നെയാണ്. നമ്മൾ ഇന്ന് വേദനകൾ, സഹനങ്ങൾ, കഷ്ടപ്പാടുകളെന്ന് വിചാരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ മരിച്ച് സ്വർഗത്തിലെത്തിച്ചേരുമ്പോൾ നമ്മൾ ഈശോയോട് പറയേണ്ട: ഈശോയെ, എനിക്ക് അല്പം കൂടി വേദന തരാൻ മേലായിരുന്നു. ഈ ലോക ജീവിതം ഒരു 100 വർഷത്തേക്കല്ലേ ഉള്ളൂ, അപ്പോൾ കുറച്ചുകൂടി സഹനം തരാൻ മേലായിരുന്നു, കുറച്ചുകൂടെ കുരിശുകൾ തരാൻ മേലായിരുന്നു, എന്നെനിക്ക് ഈശോയുടെ അടുത്തേക്ക് ഇച്ചിരി അടുത്തിരിക്കാറുണ്ടല്ലോ എന്ന് നമ്മൾ വീണ്ടും വിലപിക്കാൻ തുടങ്ങും. സഹനങ്ങൾ കിട്ടാത്തതിനെ പ്രതി, കുരിശുകൾ കിട്ടാത്തതിനെ പ്രതി നമ്മൾ സങ്കടപ്പെടാൻ തുടങ്ങും.
അപ്പോൾ ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന കുരിശുകൾ അല്ലെങ്കിൽ സഹനങ്ങൾ, വേദനകളെന്ന് പറയുന്നത് അത് നമ്മുടെ നിത്യരക്ഷയ്ക്കുള്ള മാർഗമാണ്, ഒരു വഴിയാണത്. അല്ലാണ്ട് വേറൊരു വഴിയില്ല. ഒരു മാങ്ങയ്ക്ക് മാവാവണമെങ്കിൽ വേറെ വഴി, ഒരു കുറുക്കുവിദ്യയില്ല. അതിൻ്റെ മാംസളമായ ഭാഗം തകരണം. അപ്പോൾ ഈ ലോക ജീവിതത്തിൽ നമുക്ക് ദുരിതങ്ങൾ, വേദനകൾ, കഷ്ടപ്പാടുകൾ, നമ്മൾ കരുതുന്ന രോഗങ്ങൾ ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് വേദനയുണ്ടാക്കുന്ന, സങ്കടമുണ്ടാക്കുന്ന, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന സഹനങ്ങൾ വരുമ്പോൾ നമ്മുടെ വിചാരം അത് നമ്മളെ ദുഃഖത്തിലേക്ക്, നാശത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ്. പക്ഷേ നേരെ മറിച്ച് അത് നമ്മുടെ രക്ഷയിലേക്കുള്ള വഴിയാണ്. നമ്മുടെ ആത്മാവിന് വളർച്ച ആരംഭിക്കുന്നത് നമ്മുടെ ശാരീരികമായിട്ടുള്ള വേദനകളും ക്ലേശങ്ങളും ദുഃഖങ്ങളും ആ പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടുമ്പോഴാണ് നമ്മൾ ദൈവത്തെ കൂടുതൽ അറിയുകയും ആത്മീയ ശക്തി നമ്മളുള്ളവരായി മാറുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സഹനങ്ങളെ സ്വീകരിക്കാം. സഹനങ്ങളല്ല എന്ന് മനസ്സിലാക്കാം. ഈ രഹസ്യം അറിഞ്ഞിരുന്ന വിശുദ്ധന്മാരൊക്കെയാണ് സഹനങ്ങളെ പ്രാർത്ഥിച്ച് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. സഹനങ്ങൾ ലഭിക്കാത്ത ദിവസം വ്യർത്ഥമായിപ്പോയി എന്നവർ കരുതാനുള്ള ആ രഹസ്യം ഇതാണ്. പ്രിയപ്പെട്ടവരെ, സഹനങ്ങൾ രക്ഷയ്ക്കുള്ള വഴികളാണ്. രക്ഷയ്ക്കുള്ള ഒരേ ഒരു വഴി കുരിശാണ്, വേറെ വഴിയൊന്നുമില്ല. നമ്മുടെ വിചാരം അത് വേദന അല്ലെങ്കിൽ സങ്കടം അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ സഹനമാണെന്നാണ്. അതുകൊണ്ട് മനസ്സിലാക്കിയിരിക്കുക, സഹനങ്ങളല്ല, പിന്നെയോ സഹനങ്ങളാണ് രക്ഷയ്ക്കുള്ള ഏക വഴി. അപ്പോൾ നമുക്ക് സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാം. സഹനങ്ങളിലൂടെ നമുക്ക് ദൈവത്തെ കൂടുതൽ അറിയുവാനും ദൈവിക സ്നേഹം അനുഭവിക്കുവാനും അങ്ങനെ നമ്മൾ ദൈവത്തോടൊപ്പം എന്നേക്കും ആയിരിക്കുവാനുള്ള ആത്മീയ വളർച്ചയുള്ളവരായി മാറുവാനും സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.